പ്രശസ്ത സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്തി. വീടുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് സംഭവത്തിന് പിന്നിലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതാണ്. തുടർന്ന് വീട്ടിലെ പാചകക്കാരി ശാന്തയാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല. ശാന്തയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അവരുടെ മറുപടിയിൽ പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു പോലീസിന്. തുടർന്ന് ശാന്തയുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ വീട് നന്നാക്കിയതും മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയെന്നും പോലീസ് മനസ്സിലാക്കി. ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചും പണത്തെക്കുറിച്ചും ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല. സെപ്റ്റംബറിൽ മകളുടെ വിവാഹത്തിന് എവിടെ നിന്നാണ് സ്വർണമെടുത്തതെന്ന് ചോദിച്ചപ്പോൾ മിഠായി തെരുവിലെ ജ്വല്ലറിയിൽ നിന്നാണെന്നാണ് ശാന്ത മറുപടി പറഞ്ഞത്. ജ്വല്ലറിയുടെ പേര് ഇവർ പറഞ്ഞില്ല. ശാന്തയുടെ മകളാണ് കടയുടെ പേര് പറഞ്ഞത്. പോലീസ് ജ്വല്ലറിയിൽ എത്തിയപ്പോൾ ശാന്തയും ഭർത്താവ് സുകുമാരനുമാണ് സ്വർണം വാങ്ങാനെത്തിയതെന്ന് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞു. ഭർത്താവ് എന്ന പേരിൽ ബന്ധുവായ പ്രകാശിനെയാണ് ജ്വല്ലറിയിൽ കൊണ്ടുപോയതെന്ന് വ്യക്തമായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ശാന്തയുടെ ഫോണിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിട്ടുള്ളതും പ്രകാശിനെയാണ്. ഇതോടെയാണ് സംശയം ബലപ്പെട്ടത്. പ്രകാശിനെ പിടികൂടാൻ ബാലുശ്ശേരി വട്ടോളിയിലെ വീട്ടിലെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് പ്രതികളായ കരുവശ്ശേരി, ശാന്തിരുത്തി വയലിൽ ശാന്ത, വട്ടോളി കുരിഞ്ഞിപ്പൊയിലിൽ പ്രകാശൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ശാന്ത 4 വർഷത്തിനിടെ പലപ്പോഴായി വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസം 22 മുതലാണ് കൂടുതൽ ആഭരണങ്ങൾ കവർന്നത്. മോഷ്ടിച്ച സ്വർണം നഗരത്തിലെ 3 കടകളിൽ പലപ്പോഴായി വിൽക്കാൻ സഹായിച്ചതിനാണ് പ്രകാശൻ അറസ്റ്റിലായത്. പോലീസ് കടകളിലെത്തിയെങ്കിലും സ്വർണം കണ്ടെത്താനായില്ല. ആഭരണം കണ്ടെത്തുന്നതിനായി പ്രതികളെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് റിപ്പോർട്ട് നൽകും. സ്ഥിരം കുറ്റവാളികളല്ല എന്ന നിഗമനവും രഹസ്യ നിരീക്ഷണവുമാണ് പ്രതികളെ ഇത്ര വേഗം പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. കോഴിക്കോട് കൊട്ടാരം റോഡിലെ എം.ടിയുടെ സിത്താര എന്ന വീട്ടിലാണ് മോഷണം നടന്നത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസാണ് കേസെടുത്ത് അന്വേഷണവും നടത്തിയത്. പ്രതികളെ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷും ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി.കെ. അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത്. അലമാരയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 26 പവൻ സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് പതിപ്പിച്ച കമ്മൽ, മരതകം പതിപ്പിച്ച ലോക്കറ്റ് തുടങ്ങിയ 15 ലക്ഷത്തോളം രൂപ വില വരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. എം.ടിയുടെ ഭാര്യ സരസ്വതിയാണ് പരാതി നൽകിയതും. നോർത്ത് സോൺ ഇൻസ്പെക്ടർ ജനറൽ കെ. സേതുരാമൻ IPSന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ടി. നാരായണൻ IPSന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷണം നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ കേരള പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണ വിഭാഗമായ ഫിംഗർ പ്രിന്റ്, സയന്റിഫിക് എക്സ്പെർട്ട് തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. തുടർന്ന് നോർത്ത് സോൺ IG കെ. സേതുരാമൻ IPS, ജില്ലാ പോലീസ് മേധാവി ടി. നാരായണൻ IPS എന്നിവർ അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. വീടിന്റെ പൂട്ട് തകർത്തിട്ടില്ല, ആഭരണങ്ങളല്ലാതെ മറ്റൊന്നും മോഷണം പോയിട്ടില്ല, അലമാര താക്കോൽ ഉപയോഗിച്ചാണ് തുറന്നത് എന്നീ വസ്തുതകൾ കണക്കിലെടുത്താണ് മോഷണം നടത്തിയത് സ്ഥിരം കുറ്റവാളികളാകാൻ സാധ്യതയില്ലെന്ന് പോലീസ് ഉറപ്പിച്ചതും.